നമ്മുടെ 121ാമത്തെ എപ്പിസോഡാണ്. കുറച്ച് ദിവസമായി ഞാൻ എപ്പിസോഡുകൾ അങ്ങനെ അടുപ്പിച്ചിടാറില്ല. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മാർക്കറ്റിംഗ് സൈഡിൽ നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, സ്ക്രിപ്റ്റ് ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ഉണ്ട്, റിട്ടേൺ സൈഡിനെ കുറിച്ചാണ്. അത് ശരിക്കും പറഞ്ഞാൽ റിട്ടേണിനെ കുറിച്ച് ചിന്തിച്ചാൽ ഒരിടത്തും റിട്ടേൺ ഇല്ല കേട്ടോ. കാരണം കഴിഞ്ഞ വർഷം 300ഓളം സിനിമകൾ ഇറങ്ങി, 10 പടത്തിൽ കൂടുതൽ റിട്ടേൺ കിട്ടിയിട്ടില്ല സിനിമയെക്കുറിച്ച്. നമ്മളോട് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറയും അതങ്ങനെ എങ്ങനെ ചെയ്യാമെന്നൊക്കെ. പക്ഷേ അവർ നമ്മുടെ സ്വത്ത് വരെ എഴുതി മേടിക്കും. അവരുടെ പൈസ അവരാദ്യം എടുക്കും. ഈ സിനിമ ചെയ്തവർക്കോ ഒന്നും പ്രൊഡ്യൂസർക്ക് സാധാരണ പൈസ കിട്ടാറില്ല. 10 സിനിമകളെ കിട്ടുകയുള്ളൂ. അത് സൂപ്പർ സ്റ്റാറുകളിൽ അടക്കമുള്ളതാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ ചാനലുകൾ, അത് ചാനൽ സീരിയലുകൾക്ക് പ്രമുഖ ചാനലുകളെല്ലാം അവർ അത്ര വലിയ കമ്പനികൾക്കേ കൊടുക്കുകയുള്ളൂ. കാരണം 60 എപ്പിസോഡിന് ശേഷമാണ് അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ പൈസ കിട്ടുന്നത്. അത് ഏഷ്യാനെറ്റിലൊരു തുക, സീ കേരളത്തിലൊരു തുക, റേറ്റിംഗ് അനുസരിച്ച് അങ്ങനെയൊക്കെയാണ് വരുന്നത്. അത് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യും. ഒരു എപ്പിസോഡ് ഇന്ന ദിവസത്തിന് മുമ്പ് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ഒരു 10 രൂപയൊക്കെ ചില ചാനലുകളിലൊക്കെ പിടിക്കുകയും ചെയ്യും. അപ്പോൾ ആർട്ടിസ്റ്റുകളെ ഇന്നത് വെക്കണം, അതൊക്കെയാണ്. അതിൽ നിന്നും തുച്ഛമായതാണ്. പക്ഷേ അത് ഫണ്ടഡ് പ്രോഗ്രാമാണ്. സ്പോൺസേർഡൊന്നും ഇപ്പം ഇതാകാറില്ല. പിന്നെ രണ്ടാമത് നമുക്ക് സ്പോൺസേർഡ് ഒരിക്കലും ചെയ്ത് 1 രൂപ റിട്ടേൺ കിട്ടില്ല. ഫണ്ടഡ് പ്രോഗ്രാമുകൾക്കാണ് റിട്ടേൺ കിട്ടുന്നത്. അത് വൻ കമ്പനികൾക്ക് കിട്ടുള്ളൂ. അങ്ങനെ അത് 10-40 സീരിയലുകളെ പോകുന്നുള്ള 40 കമ്പനി അല്ലല്ലോ. അതുകൊണ്ടാണ് ആരും അങ്ങനെ സീരിയലുകൾ ചെയ്യാത്തത്. പിന്നെ മൂന്നാമത് നമുക്ക് യൂട്യൂബിൽ ഷോർട്ട് ഫിലിമുകളും കാര്യങ്ങളും എടുത്ത് 1 ലക്ഷമല്ല 10 ലക്ഷമല്ല 1 കോടി വ്യൂവേഴ്സ് കിട്ടിയാലും നമുക്ക് ഒന്നും കിട്ടില്ല കേട്ടോ. 1 രൂപ നമുക്ക് കിട്ടില്ല. വെറുതെ പറയുന്നതാണ്. അത് പേയ്മെൻറ്റ് കൊടുത്ത് വ്യൂവേഴ്സിനെ കൂട്ടുന്നതാണ്. അതൊക്കെ ചാനലിനറിയാം. ഒരിക്കലും നമ്മുടെ 10 ലക്ഷം പേര് കാണുന്ന ഒരു യൂട്യൂബ് പ്രോഗ്രാം, അതായത് യൂട്യൂബ് ഷോർട്ട് ഫിലിമുകളോ ഒന്നും കാണില്ല. അത് ഓർത്തോളുക. വെബ് സീരീസിനൊക്കെ 5 വെബ് സീരീസിൽ കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടില്ല. അതിനേക്കാൾ നല്ലതാണ് നമ്മൾ ഈ ഫേസ്ബുക്കിനെ മാർക്കറ്റ് ചെയ്യാൻ നോക്കുന്നതും യൂട്യൂബിനെ മാർക്കറ്റ് ചെയ്ത് അതിൽ പ്രോഗ്രാം ചെയ്ത് നമ്മൾ ഡെവലപ്പ് ആകാൻ നോക്കുന്നത്. ഇത്രയാണ്. നമ്മൾ സൂക്ഷിച്ച് വേണം. ഒരു റിട്ടേൺ പ്രതീക്ഷിച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്ത് അതിനും പലരോടും പറയേണ്ട, അതിനൊന്നും റിട്ടേൺ ഒന്നും പ്രതീക്ഷിക്കേണ്ട. ചുമ്മാ വാഗ്ദാനം കൊടുക്കാറുള്ളൂ. ലാസ്റ്റ് 1-2 വർക്കിൽ അലമ്പി പോകത്തേ ഉള്ളൂ. അത് തുറന്ന് പറയുന്നതുകൊണ്ടാണ് എനിക്ക് 10-25 വർക്ക് ചെയ്യാൻ പറ്റിയത്. കാരണം റിട്ടേൺ കിട്ടില്ല. അത് പാഷൻ കൊണ്ടൊക്കെ. എപ്പോഴാണ് ഫേസ്ബുക്കിൽ നിന്ന് കുറച്ച് ദിവസമായുള്ളൂ പൈസ, 1 മാസമായുള്ളൂ പൈസ വരാൻ തുടങ്ങിയിട്ട്. അതുവരെ എൻ്റെ സ്ട്രെയിനാണ്, എൻ്റെ അങ്ങോട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഉണ്ടായിരുന്നത്. ഇത്രയാണ് മാർക്കറ്റിങ്ങിന്. റിട്ടേൺ പ്രതീക്ഷിച്ച് ഇപ്പം ഇൻഡസ്ട്രിയിൽ നിൽക്കാനും ഒക്കെയല്ല. ഓക്കെ, നന്ദി, നമസ്കാരം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.